നമസ്കാരം. സുധാകര പേടിയിൽ CPM. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ലതീഷ് ബി ചന്ദ്രനെ CPM തിരിച്ചെടുത്തത് ആലപ്പുഴയിൽ സുധാകര എഫക്റ്റ് ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ. കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ച കേസിൽ 2014 പാർട്ടിയിൽ നിന്നും ലതീഷിനെ പുറത്താക്കിയത്. കേരള സർവകലാശാല യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറിയും മുഹമ്മ ഗ്രാമപഞ്ചായത്ത് അംഗവുമാണ്. ഇദ്ദേഹത്തിന് അംഗത്വം നൽകി മുഹമ്മ SNV ബ്രാഞ്ചിൽ പ്രവർത്തിക്കാനാണ് പാർട്ടി നിർദ്ദേശം. VSനൊപ്പം ഉണ്ടായിരുന്ന പാലക്കാട്ടെ സുരേഷിനും പാർട്ടിയിൽ ഇപ്പോൾ സ്ഥാനമില്ല. സുരേഷിനെയും CPM തിരിച്ചെടുക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്നാൽ സുരേഷിനോട് മുഖ്യമന്ത്രി പിണറായി വിജയന് തീരെ താല്പര്യമില്ലെന്നും സൂചനയുണ്ട്. സുരേഷിനെയും CPMൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മാത്രം അന്നും ഇന്നും പ്രവർത്തിക്കുന്ന നേതാവാണ് സുരേഷ് എന്നതാണ് പാലക്കാട്ടെ CPM അണികളുടെ വികാരം. VSന്റെ സന്തത സഹചാരി സുരേഷ് ആയിരുന്നു. ഈ വ്യക്തിയെയാണ് CPM ഇപ്പോഴും പാർട്ടിക്ക് പുറത്ത് നിർത്തുന്നത്. ലതീഷിനെ തിരിച്ചെടുത്തതോടെ സുരേഷിനെയും പാർട്ടി തിരിച്ചെടുക്കുമെന്നും കരുതുന്നവരുണ്ട്. എന്നാൽ ലതീഷിന്റേത് മറ്റൊരു വിഷയമാണെന്ന് CPM ഔദ്യോഗികമായി പറയുന്നുമുണ്ട്. 2013 ഒക്ടോബർ 31 കണ്ണർക്കാട്ടുള്ള കൃഷ്ണപിള്ള സ്മാരകം കത്തിക്കുന്നത്. കേസിൽ 1-ാം പ്രതിയായിരുന്നു ലതീഷ്. കണ്ണർക്കാട് ലോക്കൽ സെക്രട്ടറി ആയിരുന്നു P. സാബു ആയിരുന്നു 2-ാം പ്രതി. CPM പ്രവർത്തകരായ ദീപു ചെല്ലിക്കണ്ടത്തൽ, രാജേഷ് ചെല്ലിക്കണ്ടത്തൽ, പ്രമോദ് വടക്കെച്ചിറ എന്നിവരായിരുന്നു മറ്റു പ്രതികൾ. എന്നാൽ 2020 ജൂലൈ 31 5 പേരെയും കോടതി കുറ്റവിമുക്തരാക്കി. UDF ഭരണകാലത്താണ് സ്മാരകം കത്തിച്ചത്. പോലീസ് പറയുന്നത് കേട്ട് പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തതിന് VS പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ വിഷയം പാർട്ടി അന്വേഷിച്ചില്ല. കുറ്റവിമുക്തരായതിനെ തുടർന്ന് തിരിച്ചെടുക്കാനാവില്ല. എല്ലാവരും പാർട്ടിയെ സമീപിച്ചെങ്കിലും ലതീഷിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവർ ഓരോ ഘട്ടങ്ങളിൽ തിരിച്ചെത്തി. കുറ്റവിമുക്തനായിട്ടും പാർട്ടി പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച ലതീഷ് കഴിഞ്ഞ തവണ മുഹമ്മ പഞ്ചായത്ത് 12-ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന J. ജയലാലിനെയാണ് തോൽപ്പിച്ചത്. ഇത് പാർട്ടിക്ക് വലിയ ആഘാതമായി. ഇത്തവണ അത് വനിതാ വാർഡാണ്. ലതീഷ് മത്സര രംഗത്തില്ല. ഈ സീറ്റ് ജയിക്കാൻ ലതീഷിന്റെ പിന്തുണ അനിവാര്യമാണ്. ലതീഷിനെ പുറത്തു നിർത്തുന്നത് G. സുധാകരൻ നടത്തുന്ന വിമത നീക്കങ്ങൾക്ക് കരുത്താകുമെന്ന് കരുതുന്നവരുമുണ്ട്. മുൻപ് അച്ചടക്ക നടപടി നേരിട്ടവരിൽ തിരിച്ചെടുക്കാവുന്നവരെ പരമാവധി ഉൾക്കൊള്ളാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശമുണ്ട്. ഇത് പരിഗണിച്ചാണ് ലതീഷിനെ തിരിച്ചെടുത്തത്. മന്ത്രി സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറി R. നാസർ എന്നിവർ ഇതിന് മുന്നിട്ടിറങ്ങിയെന്നാണ് സൂചന. സുധാകരനൊപ്പം ലതീഷ് നീങ്ങുന്നില്ലെന്ന് ഉറപ്പിക്കാനാണിത്. താൻ കോൺഗ്രസിലേക്ക് പോകുമെന്ന പ്രചരണം ശരിയല്ലെന്നും ഒരാളുടെ രാഷ്ട്രീയം പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്നും മുൻമന്ത്രി G. സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ട്. നെഹ്റു സെന്റർ ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. താനും ഹസനും തമ്മിൽ സംസാരിച്ചാൽ ഉടൻ താൻ കോൺഗ്രസിലേക്ക് പോകുമെന്ന് ധരിക്കരുത്. തങ്ങളുടെ സെമിനാറിന് ഹസൻ വന്നാൽ ഉടൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആകുമോ? മുൻപ് താൻ BJPയിലേക്ക് പോകുമെന്നായിരുന്നു പ്രചരണം. ആദ്യകാലത്തെ പോലെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജനപിന്തുണയുണ്ടോ എന്നും വിലയിരുത്തണം. വർഗീയ പാർട്ടികൾക്ക് പിറകെ ഒരു വിഭാഗം ജനം പോകാനുണ്ടായ സാഹചര്യം പഠിക്കണം. ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ സമീപനത്തിനെതിരെ സംസാരിക്കുന്നത് ശരിയല്ലെന്നും ശശി തരൂരെ ലക്ഷ്യമിട്ട് സുധാകരൻ പറഞ്ഞു.